കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്നയാളുടെ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. യുവതിക്കൊപ്പമുണ്ടായിരുന്ന തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചത് മറ്റൊരാളുടെ കാർ. ഇയാൾ ലോഡ്ജിൽ നൽകിയ നമ്പരും വിലാസവും വ്യാജം. യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഫസീലയുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോലിക്കെന്ന് പറഞ്ഞാണ് മകൾ വീട്ടിൽ നിന്നും പോയത് എന്നും ഫസീലയുടെ പിതാവ് പറയുന്നു. തന്റെ മകൾക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കരുത് എന്നും പിതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്കാരും സംശയമൊന്നുമില്ല. കാരണം നമുക്ക് ജോലിക്ക് പോകണല്ലേ. അങ്ങനെ ഇല്ല നമുക്കറിയില്ല. അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചു പോകണമെന്നില്ല നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോ ഇന്ന് എൻ്റെ മകൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മകൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ലിനറ്റ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ലിനറ്റ്, ഇത് ആദ്യം തന്നെ ഇത് എന്താണ് അവിടെ നടന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്ന അബ്ദുൾ സനൂഫിനെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ള ആളുകളായിരുന്നു. എന്തിനാണ് അങ്ങോട്ട് പോയത്? ഈ പരിചയവുമായി ബന്ധപ്പെട്ട് പോയതാണോ? ഇങ്ങനെ കുറേ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കുടുംബത്തിന് ഈ അബ്ദുൾ സനൂഫുമായി സനൂഫിനെ കുടുംബത്തിന് അറിയാവോ? കുടുംബം അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒരു കൊലപാതകം എന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത്, അല്ലേ? സേതുലക്ഷ്മി, നിലവിൽ ഇപ്പോൾ ഈ സനൂഫിനെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങളൊന്നും തന്നെ കുടുംബത്തിന് അറിയില്ല എന്നാണ് ഫസീനയുടെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ, ഈ ഒരു മരണത്തിൽ ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് ഫസീലയുടെ അച്ഛനും കുടുംബവും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. മരണത്തിന് പിന്നിൽ ആരാണെന്ന് തെളിയണമെന്നും തന്റെ മകൾക്ക് പറ്റിയത് മറ്റൊരു പെൺകുട്ടിക്കും ഇനി സംഭവിക്കരുത് എന്നാണ് ഈ ഒരു ഫസീലയുടെ പിതാവ് മുഹമ്മദ് ബാനു മാധ്യമങ്ങളോട് പറഞ്ഞത്. 24-ാം തീയതിയാണ് ഈ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യക്തമായ വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ പ്രതിയെ പിടിക്കുന്ന മുറയ്ക്കാകും നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം ലഭിക്കുക.